ഡിമാൻഡ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ നോക്കിയതാ. ഞാൻ 2 ദിവസം എത്ര വട്ടം അങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഒരു തിരക്കായി പോകണ്ടല്ലോ. എനിക്കിപ്പോ വന്നില്ലേ എനക്ക് പിന്നെ പെട്ടെന്ന് പിന്നെ പിള്ളേരെ കോളേജിലെ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ സംസാരിക്കാനൊരു പേടി. എന്താ നീ എന്തെങ്ങനാ പേടി? പറയാൻ പറ്റൂല. ആരും കണ്ടില്ലെങ്കിൽ കഴിഞ്ഞില്ല. പറയണമെന്നുണ്ടായിരുന്നു. എന്നിട്ടെങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്റെ അടുത്ത് ഞാൻ കയ്യിലും പിടിച്ചിലും നിന്നോട് ആരുടെ കയ്യിലും പിടിക്കാൻ പറഞ്ഞു? വെറുതെ ആള് കണ്ടിട്ട് പോകും. ഫ്രണ്ട്സ് എല്ലാം കണ്ടിന് പറഞ്ഞു ആയിട്ട് കയ്യിലും പിടിച്ച് നൽകുന്നു. കൈ പിടിക്കാൻ നല്ല കഷ്ടം തോന്നുന്നു. എന്തായി? ചെറിയ കുട്ടികളെ ജോലിയുണ്ട്. കൂടുതൽ അങ്ങോട്ട് പോണ്ട. ഒന്ന് പിടിച്ചോക്കെ കണ്ടിട്ടുണ്ട്. മാറ്റം അങ്ങനെ നോക്കിയാൽ എന്ത് തോന്നി അവിടെ വന്നിട്ട്? പോയാലും കുറച്ച് വിഷമം തോന്നി. അതുവരെ പ്രശ്നമില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ഫീലിങ്സ്. എനക്കൊന്നും അങ്ങനെയല്ലോ. ഇല്ല. അത് കുറച്ച് ആത്മാർത്ഥത വേണം. അല്ലാത്തവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതാ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുണ്ടാവും. അത് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ആത്മാർത്ഥത വേണം. അല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു ഫീലും ഉണ്ടാവില്ല. ഇനി എന്തെല്ലാം ഉണ്ട്? എന്തെല്ലാം കഴിയണേന്? ഇപ്പം പക്ഷെ കാണുന്നത് ഇപ്പൊ വന്ന കെട്ടിപ്പിടിക്കണ്ടോ? കെട്ടിപ്പിടിക്കണ്ടോ? മനസ്സിലായില്ല. ഇപ്പം വന്ന കെട്ടിപ്പിടിച്ചോട്ടെ. ഇതേ വിചാരമില്ലല്ലേ? ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടാണോ എന്നോട് സംസാരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കാണുമ്പോഴുണ്ടാവും. വേണ്ട നല്ല വേണ്ട. കുറച്ചാലും നല്ലവരും പേടിയല്ലെങ്കിൽ ജീവൻ പേടിക്കും കേട്ടോ. കുറച്ച് ധൈര്യം മുണങ്ങത്തെ കേട്ടോ. പിന്നെ കേട്ടടോ? കേട്ട്. നീ പറ. വല്ലാത്തൊരു സ്ഥലം കേട്ടത്. അങ്ങോട്ട് പോവാ? ഒന്നും കൂടി പോയാലോ? നാളെ ആവശ്യമുണ്ട്. നാളെ പോലെ നാളെയൊന്നുമില്ലേ? നാളെയുടെ പോലെ വെറുതെ കുറച്ച് സമയം വേണമെങ്കിൽ ഇന്നലെ പറഞ്ഞ വെച്ചാൽ സംസാരിക്കാൻ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നല്ലാണ്ട് വേറൊന്നുമില്ല. എന്നാ ഉദ്ദേശിക്കുന്നത്? വേറൊന്നും ഉദ്ദേശിച്ചപ്പോ വല്ലതിനാടെ എത്തിയിട്ട് തീരുമാനിക്കുക. ഓണെ പറഞ്ഞ് നടക്കില്ല. ഇതിന് പറയുന്ന പോലെ എല്ലാം അടുത്തുണ്ട് അവിടെ സാഹചര്യം അല്ലേ? ഇപ്പൊ വല്ലാത്തൊരു മൂടം. ഇപ്പൊ എന്തോ ഒരു വലിയൊരു താല്പര്യം ഒരു മൂടാക്കണോ? എന്നാലും കണ്ടേരം കുറച്ചും കൂടി സമയം സംസാരിച്ചിട്ടാണ് ഇരിക്കണം. പക്ഷെ
അത് ഫോണൊന്നും എടുക്കാതെ ആയത് ദേഷ്യത്തിന് ഞാൻ ചോദിച്ചു അത്രയില്ലേ താല്പര്യം കാണിക്കണ്ടെന്ന്. ഫോണൊക്കെ വരില്ല, വണ്ടികളിലോട്ട് അങ്ങനെ എടുത്താൽ അങ്ങോട്ടൊക്കെ വരുന്നു. ചില സമയത്ത് വണ്ടിയിൽ നിന്ന് ഫോൺ പോയി ആരാ വിളിക്കുന്ന അറിയില്ല, അന്ന് എത്തിയിട്ടെടുക്കാൻ പറ്റും. എന്ന് ഞാൻ ചെന്നപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കാൻ ഞാൻ കേൾക്കുന്നില്ല, കുറച്ചും കൂടെ പറയാം. ഒരു പ്രാവശ്യം വിചാരിച്ച് ക്ലാസ് ഒന്ന് കട്ട് ചെയ്തിട്ടേ അവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കണം അങ്ങനെ വിചാരിച്ചെന്നും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ അങ്ങോട്ട് ഇപ്പൊ അത് എന്തോ ഇപ്പത്തെ 2 ദിവസം കാണാണ്ടിരിക്കുമ്പോഴാര് ഇത് അത് കെട്ടിപ്പിടിച്ചിട്ടാൻ പോയില്ല. പക്ഷെ ഞാൻ വിളിച്ചു വേണ്ടാന്ന്. ഡയലോഗേ ഇനി പഠിക്കരുത്. ഇനി നമ്മൾ എന്നാലും ഇനി മുതൽ 2-3 ദിവസത്തേക്ക് വിളിയോ ഫോൺ വിളിക്കണ്ട, കാണാൻ വേണ്ട. അല്ലാതെ എന്താ നോക്കിയേ ഞാൻ പറഞ്ഞതാണ്. നോക്കട്ടെ. അത് എന്നിട്ട് പിന്നെ കാണുമ്പോ പ്രത്യേക തരം ഒരു എന്താ പറയാ എന്താ എന്നിട്ട് പെട്ടെന്ന് കാണുമ്പോ ഇല്ല അപ്പൊ തിരിച്ച് ഇങ്ങോട്ടുണ്ടാവില്ല. അല്ല അങ്ങനെയുള്ളപ്പോ ഞാനിത് പറഞ്ഞു പറഞ്ഞതാ. ആണുങ്ങൾക്ക് വേറെ ആയിരിക്കും വെള്ളം കയറിയിട്ടില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ ചോദിച്ചതാണ് മോനെ. കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് എവിടെയാ പോയിട്ടാ വണ്ടി ടൂർ വന്നു. ആരെല്ലാം ഞാനും താനും ഇല്ല ഒന്നും പറ്റില്ല. ഫ്രണ്ട്സിന്റെ ആരും കല്യാണം അന്ന് പറഞ്ഞു പോയ പരമണിയാ പോരെ. ഐഡിയ ഞാൻ പറഞ്ഞത് പറഞ്ഞ ഐഡിയ പ്രാവർത്തികമാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പറഞ്ഞാ മതി. ഫ്രണ്ട്സിന്റെ വീട്ടില് ആരും കുറച്ചറിഞ്ഞ കല്യാണം എന്തും പറഞ്ഞു പോണെന്ന് പറയാം. ക്ലാസ് ആയിട്ട് പോരെ, എന്റെ കട്ടിയാ പോരെ, കോളേജായിട്ട് പോരെ. അതൊക്കെ പോയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് വരാനോ ഓക്കെ. അല്ലാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളതിന് താല്പര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂല. നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നാണ് വിശ്വസിക്കാൻ അത്ര പ്രയാസം. നമുക്ക് ഡെയിലി കറങ്ങാം, ഡെയിലി ഇങ്ങനെ കറങ്ങാം. അതല്ലേ കുറച്ച് ഇങ്ങനെ നടക്കാൻ കേൾക്കുന്നില്ലേ? എല്ലാം കുറച്ചു നാള് ഇങ്ങനെ നടക്കാം, പ്രേമിച്ച് നടക്കാം. അതല്ലേ നല്ല അങ്ങനെ മതി. പറയാനില്ലേ? കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്